അന്യസംസ്ഥാനക്കാരായിട്ടുള്ള ആളുകൾ, ലയത്തിലൊന്ന് വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾ, ഇവരുടെ ഒന്നും ഒരു ഇൻഫർമേഷൻ ഇല്ല. അപ്പോൾ കാണാതായ ആളുകളുടെ എണ്ണം ഔദ്യോഗിക കണക്കിനേക്കാൾ കൂടുതലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പം നമ്മൾ കാണാതായ ആളുകളുടെ, ഞാൻ പറഞ്ഞു, പഞ്ചായത്തിനോട് പറഞ്ഞ അവരുടെ കണക്കും ഔദ്യോഗിക കണക്കും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത്, അവരുടെ കണക്കിൽ അവർക്ക് കുറച്ചുകൂടി അറിയാമല്ലോ. പഞ്ചായത്ത് മെമ്പർമാർക്ക് വ്യക്തികളെ കൂടുതൽ അറിയാം. അവരെ കാണാതായിട്ടുണ്ട്, അതുകൂടി അന്വേഷിച്ച് ആ ലിസ്റ്റ് ഒന്നുകൂടി ചെയ്യണം. പിന്നെ സ്ഥലം മാത്രം നഷ്ടപ്പെട്ടവരുണ്ട്, വീട് കംപ്ലീറ്റ് പോയ ആളുകളുണ്ട്, പലതരത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ള ആളുകളുണ്ട്. പിന്നെ ഇപ്പോൾ ഞായറാഴ്ച ചിലരൊന്ന് ക്യാമ്പിൽ നിന്ന് ഒഴിയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒഴിയണം എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നൊരു കൃത്യതയില്ല. നമ്മളെ നഗരങ്ങളിലെ, പട്ടണങ്ങളിലെയോ മറ്റ് ഗ്രാമങ്ങളിലെയൊക്കെ പോലെ വാടക വീടുകൾ ധാരാളമായിട്ടൊന്നും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ടെമ്പററി ഷെൽട്ടറിനെ കുറിച്ച് കൂടി ഗൗരവമായിട്ട് ആലോചിക്കാം. അതിന് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഞങ്ങൾ ചെയ്യാം. ടെമ്പററി ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏജൻസികളൊക്കെ ഞങ്ങളെ കൂടി സമീപിച്ചിട്ടുണ്ട്. ഒരു മുറിയും അതുപോലെ ടോയ്ലറ്റും കിച്ചണും കൂടിയുള്ള ടെമ്പററി ഷെൽട്ടർ ഗവൺമെൻറ് ആലോചിച്ചാൽ നല്ല രീതിയിലുള്ള ടെമ്പററി ഷെൽട്ടർ കൂടി, ഈ വാടക വീട് കിട്ടാത്ത എല്ലാവരും സ്കൂളിൽ താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ, ടെമ്പററി ഷെൽട്ടറിനെ കൂടി ആലോചിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിനാവശ്യമായ സഹായവും സഹകരണവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. നാളെ പ്രധാനമന്ത്രി കൂടി വരികയാണ്. അപ്പോൾ കേന്ദ്രത്തിന്റെ ഒരു അർഹമായ പരിഗണന ഈ കാര്യത്തിൽ ഉണ്ടാവണം. ഇതിൻ്റെ അകത്ത് നിയമപരമായിട്ടൊരു നാഷണൽ ഡിസാസ്റ്റർ എന്നല്ല ഇപ്പോഴത്തെ ഇത് ഒരു ഇന്റർനാഷണൽ കൺവെൻഷൻ അനുസരിച്ച് L0 മുതൽ L4 വരെയാണ്. L0 എന്ന് പറഞ്ഞാൽ ദുരന്തം, പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല എന്ന്. പിന്നെ ലോക്കൽ ബോഡി ചെയ്യേണ്ടത്, സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യേണ്ടത്, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടത്, സെൻട്രൽ ഇടപെടൽ വേണ്ടത്. ഇപ്പോൾ L3 തൊട്ട് L4 വരെയുള്ള ഇടയിലാണ് ഈ ദുരന്തത്തിന്റെ ഒരു റേറ്റിംഗ് വിദഗ്ധർ കണക്കാക്കുന്നത്. അപ്പോൾ ആ L4 കണക്കാക്കിയിട്ടുള്ള ഒരു നാഷണൽ അസിസ്റ്റൻസ് ആണ്, സെൻട്രൽ സ്പെഷ്യൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ഈ കാര്യത്തിൽ വേണ്ടത്. സ്പെഷ്യൽ പാക്കേജ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ DRFലേക്ക് എല്ലാ വർഷവും കേന്ദ്രത്തിൽ നിന്ന് പൈസ കൊടുക്കും, അതൊന്നും മതിയാവില്ല. ഇത് സ്പെഷ്യൽ ഫിനാൻഷ്യൽ പാക്കേജ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടുകൂടി അത് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ സന്ദർശനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ ദുരന്തത്തിന്റെ ആഴം മനസ്സിലാക്കി മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലുള്ള സഹായം വേണം. സഹായം ആദ്യം ഈ ഇരകളെ പുനരധിവസിപ്പിക്കുന്ന കാര്യത്തിൽ, രണ്ടാമത് ഈ പറയണതിൻ്റെ അരികിൽ തന്നെ ഈ ആളുകളൊക്കെ താമസിക്കില്ലേ, അപ്പോൾ അവരൊന്നും വീട് നശിച്ചവരെ കൂട്ടത്തില്ല, അവരെ നമുക്ക് റീലൊക്കേറ്റ് ചെയ്യണം. ഇവിടെ നിന്ന് വീണ്ടും അവരെ മാറ്റി താമസിപ്പിക്കണം. ഈ ദുരന്ത ഭൂമിയിൽ അവരെ താമസിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ രണ്ടാമത്തെ ഫേസിൽ, ഘട്ടത്തിൽ അവരെ കൂടി അപ്പോൾ ഈ പറയുന്ന 400 വീടോ 500 വീടോ ആയിരിക്കില്ല, വേറെ 500 വീടും കൂടിയോ അല്ലെങ്കിൽ 1000 വീട് കൂടിയോ കാണും. കൂടുതൽ വീടുകൾ സെക്കൻഡ് വരും. അവരെ വെക്കുന്നത് ഒരു എല്ലാവരും നഷ്ടപ്പെട്ട് ചിതറി ഒരു ഗ്രാമമല്ലേ, പരമാവധി ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ടൗൺഷിപ്പ് മോഡൽ ഞങ്ങൾ സജസ്റ്റ് ചെയ്ത അതാണ്. ഞങ്ങളുടെ 100 വീട് അതുപോലുള്ള സ്ഥലത്ത് കൂടുതൽ സ്ഥലമെടുത്ത് സ്കൂളും അതുപോലെ പൊതുസ്ഥലങ്ങളും അംഗൻവാടിയും കൃഷി ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഉൾപ്പെടെയുള്ള സംഭവം ചെയ്യാവുന്നതാണ്. പിന്നെ ഉള്ളത്, ഇനി ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാൻ പാടില്ല, അതിനുള്ള വാർണിംഗ് സിസ്റ്റമാണ് വേണം. കൃത്യമായ മുന്നറിയിപ്പ് സംവിധാനം നമുക്ക് വേണം. അതിന് കേന്ദ്ര സംസ്ഥാന ശാസ്ത്ര സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച്, കാലാവസ്ഥാ വകുപ്പുകളെ ഏകോപിപ്പിച്ച്, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അടക്കമുള്ള സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച്, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്ററും സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്ററും എല്ലാം കൂടി ഏകോപിപ്പിച്ച് ഡാറ്റ കളക്ട് ചെയ്ത്, റെയിൻ ഗേജും മറ്റു സാധനങ്ങളും സോയിൽ ടെസ്റ്റൊക്കെ നടത്തി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ഡാറ്റ അനലൈസ് ചെയ്ത് കൃത്യമായി വാർണിംഗ് കൊടുക്കാൻ പറ്റാവുന്ന, വാർണിംഗ് കിട്ടിയാലുള്ള ഇവാക്യുവേഷൻ പ്ലാൻ എന്തായിരിക്കണം, അതിനുള്ള ടെമ്പററി ഷെൽട്ടർ എന്തായിരിക്കണം എന്നുള്ള കൃത്യമായ പദ്ധതി വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൽ പ്രോൺ ഏരിയ മാപ്പിംഗ് നടത്തി കേരളത്തിൽ ദുരന്ത സാധ്യതയുള്ള മുഴുവൻ സ്ഥലത്ത് അത് ചെയ്യണം. അതൊരു വലിയ ദൗത്യമാണ്. അത് കേന്ദ്രത്തിൻ്റെ കൂടെ സഹായം വേണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒരുമിച്ച് ചെയ്യുന്നതാണ്. അതിനാവശ്യമായ സഹായം ചെയ്യണം. അത് ഇതോടൊപ്പം ചെയ്യണം. ഇത് മറന്നു, ഇല്ല അടുത്ത ദുരന്തം കഴിഞ്ഞ് ഇതുപോലെ നമ്മളെല്ലാം വന്ന് വീണ്ടും വീട് വെച്ച് കൊടുക്കലും വിദ്യാഭ്യാസം നടത്തലും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നടക്കും. ഈ ഒരു നോളജ് സൊസൈറ്റിയിൽ, ഒരു വിജ്ഞാന സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ലോകത്തിൻ്റെ അറിവുകളെ കൊണ്ടുവന്ന് ആ ലോകത്തിൻ്റെ മുമ്പേ നടക്കുന്നവരായി മാതൃകാപരമായി ചെയ്യാൻ കൂടിയിട്ടുള്ള ഒരു അവസരം അതുകൂടി ചെയ്യണം. അതിന് സെൻട്രൽ അസിസ്റ്റൻസ് വേണം.